തൻ്റെ വിളഭൂമിയിലേക്ക് നിയോഗിക്കുവാൻ അനാദിയിലെ നിശ്ചയിച്ചിരിക്കുന്ന ശുശ്രൂഷകരെ ദൈവം വളർത്തിയെടുക്കുന്ന കാഴ്ച മനോഹരമാണ്. തികഞ്ഞ ആത്മീയ ബോധ്യങ്ങൾ പകർന്നു നൽകുവാനുതകുന്ന ചുറ്റുപാടുകളും ജീവിതാനുഭവങ്ങളും അവർക്ക് അനുവദിക്കുന്ന ദൈവം തനിക്ക് അനുയോജ്യരായ അഭിഷിക്തരാക്കി അവരെ രൂപപ്പെടുത്തുന്നു. തങ്ങൾക്കുമേൽ ചൊരിയപ്പെടുന്ന ദൈവകൃപയ്ക്കനുസൃതമായി വിശ്വസ്തയോടെ നിലകൊള്ളുന്ന അവർ ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരായി ഈ മണ്ണിൽ ജീവിക്കുന്നു. കടന്നുവന്ന വഴികളുടെ വൈവിധ്യവും നേട്ടങ്ങളുടെ ഔന്നത്യങ്ങളും കൊണ്ട് അതുല്യനായ ഒരു പ്രതിഭയാണ് ബത്തേരി മലങ്കര കത്തോലിക്ക രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനി. സെമിനാരിയുടെ ജീവിതാന്തരീക്ഷത്തിൽ നിന്നും വേറിട്ട് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചകളിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ദൈവം അദ്ദേഹത്തിനായി കരുതിവെച്ച അധ്യാപകർ ഏറെയായിരുന്നു. ചെറിയ കുട്ടികൾ മുതൽ അടിസ്ഥാന വിദ്യാഭ്യാസം പോലുമില്ലാത്ത സാധാരണക്കാർ വരെ അദ്ദേഹത്തിന് അനേകം ആത്മീയ പാഠങ്ങൾ പകർന്നു നൽകി. അഭിമന്യ ജോസഫ് മാർ തോമസ് പിതാവിനെ എക്കാലവും ഏറെ വാത്സല്യത്തോടെ കണ്ടിരുന്ന മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഇടപെടലുകൾ ആ ശുശ്രൂഷകനെ ഇന്നത്തെ നിലയിലേക്ക് രൂപപ്പെടുത്തുവാൻ നിർണായകമായ പങ്കുവഹിച്ചവയാണ്. സാമ്പത്തിക ശാസ്ത്രം പ്രത്യേകമായി തെരഞ്ഞെടുത്ത് പഠനത്തിൽ ഏറെ മുന്നേറുക എന്നത് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയിലൂടെ വെളിപ്പെട്ട ഒരു ദൈവഹിതം തന്നെയായിരുന്നു. അഭിമന്യ ജോസഫ് മാർ തോമസ് പിതാവിനെ സഭയിലും സമൂഹത്തിലും നിർണായകമായ നേട്ടങ്ങൾക്ക് ഉടമയാക്കി വളർത്തുവാൻ ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്ത ദേശമായിരുന്നു തിരുവനന്തപുരം. പട്ടം കത്തീഡ്രൽ വികാരിയായിരുന്നതിനൊപ്പം ഏറെ ഉത്തരവാദിത്തങ്ങൾ ഭരമേൽപ്പിക്കപ്പെട്ടിരുന്ന അക്കാലങ്ങളിലാണ് അദ്ദേഹം പ്രത്യേകമായി വിദ്യാഭ്യാസ രംഗത്തെ തൻ്റെ ഇടപെടലുകൾക്ക് ആരംഭം കുറിക്കുന്നത്. ആ നാളുകളിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാലയമായ പട്ടം സെന്റ് മേരീസ് സ്കൂളിൻ്റെ മാനേജർ കൂടിയായിരുന്നു തിരുമേനി. തിരുവനന്തപുരം പട്ടണത്തിലെ പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിലെ വികാരിയായിരിക്കുമ്പോൾ അവിടെയുള്ള സ്ഥാപനങ്ങളുടെയും ലോക്കൽ വികാരിയായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളെന്ന് പറയുന്ന പട്ടം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ ലോക്കൽ മാനേജരായി ഏതാണ്ട് 12,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ ലോക്കൽ മാനേജരായി, അതുപോലെ തന്നെ അവിടെയുള്ള TTCയിലെ ലോക്കൽ മാനേജരായി, അവിടെയുള്ള സുവാർത്ത കമ്മ്യൂണിക്കേഷൻ്റെ ലോക്കൽ മാനേജരായി, സെമിനാരിയിലെ അധ്യാപകനായിട്ടൊക്കെയും ഈ കാലഘട്ടങ്ങളിൽ വളരെ കൃത്യമായി ജോലി ചെയ്യാനിടയായത് പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഒരു വലിയ പരിശീലന അനുഭവമായിട്ട് ഞാൻ മനസ്സിലാക്കിയാണ്. സെൻറ്റ് മേരീസ് സ്കൂളിനെ പറ്റി സംസാരിക്കുന്ന അവസരത്തിൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളെന്ന് അഭിമാനിക്കുന്നതായ അതിൻ്റെ കാരണം ആ സ്കൂളിലെ പ്രത്യേകമായ ഡിസിപ്ലിനും പരിശീലനമാണ്. അവിടെ 13 വർഷക്കാലം പ്രഥമ അധ്യാപകനായിരുന്ന തോമസ് സാർ റിട്ടയർ ചെയ്തപ്പോൾ പറഞ്ഞതായൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം 13 വർഷക്കാലം ആ സ്കൂളിലെ പ്രഥമ അധ്യാപകനായ ജോലി നോക്കിയപ്പോഴും ആകെ 10 കാഷ്വൽ ലീവാണ് 13 വർഷക്കാലം എടുത്തത് എന്നുള്ളത്. ഇത് അധ്യാപകർക്ക് മാതൃക ആകേണ്ടതാണ്. രാവിലെ 8:30 മണിക്ക് സ്കൂളിൻ്റെ ക്യാമ്പസിൽ വരുന്ന തോമസ് സാറ് വൈകിട്ട് 7 മണിക്ക് മാത്രമേ വീട്ടിലേക്ക് തിരികെ പോകാറുള്ളൂ. അങ്ങനെ 13 വർഷം ശുശ്രൂഷിച്ചപ്പോൾ കേവലം 8 കാഷ്വൽ ലീവ് മാത്രം എടുത്ത അധ്യാപകർ നമ്മളുടെ ഈ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഉള്ളതുകൊണ്ടാണ് സെൻറ്റ് മേരീസ് പോലെയുള്ള സ്കൂളുകൾ ഏഷ്യയിലെ ഏറ്റവും വലിയ 12,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന കലാലയമായി മാറിയത് എന്നുള്ള സത്യം കൂടി ഇവിടെ അനുസ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
1986 പ്രശസ്തമായ മാർ ഇവാനിയോസ് കോളേജിൽ അധ്യാപകനായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച പിതാവ് തുടർന്ന് പതിറ്റാണ്ടുകൾ നീണ്ട സുദീർഘമായ ഒരു കാലയളവ് വിദ്യാഭ്യാസ മേഖലയ്ക്കായി മാറ്റിവെക്കുകയായിരുന്നു. പിന്നീടുള്ള കാലങ്ങളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ച പൊതുവിദ്യാഭ്യാസ രംഗത്തെ നിർണായകമായ ഇടപെടലുകളുടെ ആരംഭം കൂടിയായിരുന്നു മാർ ഇവാനിയോസ് കോളേജിലെ ജീവിതം. പട്ടം സെൻറ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് 6 വർഷത്തെ ശുശ്രൂഷ പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ പിന്നീട് ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നത് മാർ ഇവാനിയോസ് കോളേജ് ക്യാമ്പസിലാണ്. മാർ ഇവാനിയോസ് കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനായിട്ട് പഠിപ്പിക്കുകയും അതിനുശേഷം മാർ ഇവാനിയോസ് കോളേജിലെ പ്രിൻസിപ്പൽ ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ട് മാർ തിയോഫിലോസ് കോളേജിലെ പ്രിൻസിപ്പലായിട്ട് 10 വർഷക്കാലം പ്രവർത്തിക്കുകയും ചെയ്തു. രണ്ടു പതിറ്റാണ്ടുകൾ നീണ്ട അധ്യാപന ജീവിതത്തിൽ അഭിമന്യ പിതാവ് സമ്പാദിച്ചിട്ടുള്ളത് അനേകായിരം ശിഷ്യരെയാണ്. ഒരു മികച്ച അധ്യാപകൻ എന്നതിനു പുറമെ അനേക ജീവിതങ്ങളെ ശക്തമായി സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുള്ള മാർഗദർശിയായും ഒട്ടേറെ പേരുടെ വഴികളിൽ പിതാവ് ഇടപെട്ടിരുന്നു. എക്കാലവും അദ്ദേഹവുമായി ഉറച്ച ബന്ധം കാത്തുസൂക്ഷിക്കുന്ന അനേകർ കേരളത്തിലും വെളിയിലുമുണ്ട്. മാർ ഇവാനിയോസ് കോളേജിൽ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്ത കാലം തൊട്ട് എന്നെ ഒരു കുഞ്ഞു സഹോദരനെ പോലെ കണ്ടിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കോനാത്തച്ഛൻ ഇന്ന് വളരെ ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ഒരു ആധ്യാത്മിക പിതാവാണ്. ആധ്യാത്മിക പിതാക്കന്മാരിലെ അക്കാഡമീഷ്യനും അതേപോലെ തന്നെ അക്കാഡമീഷ്യനിലെ ആധ്യാത്മിക പിതാവും എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ കോനാത്തച്ഛൻ മാർ ഇവാനിയോസ് കോളേജിൻ്റെ അക്കാഡമിക് രംഗത്തെ ഉന്നത നിലവാരത്തിലെത്തിക്കുന്നതിൽ അങ്ങേയറ്റം പരിശ്രമിച്ചിരുന്നു ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിലെ അക്കാഡമിക് തലങ്ങളിൽ പൂർണ്ണമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ ഇടപെടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പിതാവിനെ എന്നും അങ്ങേയറ്റം ഉന്നതങ്ങളിലേക്ക് ദൈവം തമ്പുരാൻ തിരഞ്ഞെടുക്കുകയായിരുന്നു. 35 വർഷങ്ങൾക്ക് മുമ്പ് മാർ ഇവാനിയോസ് കോളേജ് ക്യാമ്പസിൽ തന്നെയുള്ള സർവോദയ വിദ്യാലയ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയായി ഞാനിവിടെ പഠിക്കാൻ വരുമ്പോൾ കോന്നാത്ത പിതാവ് ഞങ്ങളുടെ അധ്യാപകനായിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ 35 വർഷങ്ങളും പിതാവ് പിതൃതുല്യമായ ഒരു സ്ഥാനമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. മാർ ഇവാനിയോസ് കോളേജിലെ എൻ്റെ അധ്യാപകനായും അതിനുശേഷം എൻ്റെ കൂടെ ഇവിടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു കൊളീഗായിട്ടും പിതാവ് ഇവിടെ സേവനമനുഷ്ഠിച്ചു. അതിനുശേഷമാണ് പിതാവ് ബിഷപ്പായിട്ടും ബത്തേരി രൂപതയുടെ അധ്യക്ഷനായിട്ടും സ്ഥാനമേൽക്കുന്നത്. ഈ 35 വർഷവും എപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്ത് ആവശ്യത്തിന് പിതാവിൻ്റെ അടുത്ത് പോയാലും ഒരു മകളോടുള്ള സ്നേഹമായിരുന്നു പിതാവ് എനിക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോഴും ആ സ്നേഹം തുടരുന്നുണ്ട്. എപ്പോഴും ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്. ആധ്യാത്മിക തലത്തിലും വിദ്യാഭ്യാസ തലത്തിലും പിതാവ് കാഴ്ചവെക്കുന്ന സേവനങ്ങൾ മലങ്കര സഭയ്ക്ക് തന്നെ ഏറ്റവും ഉദാത്തമായ ഒരു സേവനമാണ് പിതാവ് കാഴ്ചവെക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ പിതാവ് 2006 മാർ തിയോഫിലോസ് ട്രെയിനിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പാൾ സ്ഥാനം ഏറ്റെടുത്തത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവായി മാറി. ഒരു മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഉയർച്ചയുടെ പടവുകളിലേക്ക് നയിക്കുന്നതിനുള്ള വലിയ ഉത്തരവാദിത്തമായിരുന്നു അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത്. എല്ലായിടത്തും ഏൽപ്പിക്കപ്പെട്ട ജോലികൾക്കപ്പുറമുള്ള കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്ത് വലിയ നേട്ടങ്ങൾ ചുറ്റുമുള്ളവർക്കും സമ്മാനിക്കുന്ന അദ്ദേഹത്തിൻ്റെ പതിവ് അവിടെയും ആവർത്തിക്കുകയായിരുന്നു. ആ കാലയളവിനുള്ളിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ ആദ്യമായി ഓപ്പൺ ഡിഫൻസിൽ PhD എടുക്കുകയും അടുത്ത വർഷം മാർ തിയോഫിലോസ് ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് ജോലി നോക്കുകയും ചെയ്തു. ആ കാലഘട്ടം ഏതാണ്ട് 10 വർഷക്കാലം മാർ തിയോഫിലോസ് ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് ജോലി ചെയ്യാൻ കിട്ടിയ അവസരം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും
സന്തോഷകരമായ അതോടൊപ്പം തന്നെ ജീവിതത്തിലെ ക്രമനിരതമായ ഒരു അവസരമായിട്ട് കാണുകയാണ്. മാർ തിയോഫിലോസ് ട്രെയിനിങ് കോളേജിൻ്റെ ഇന്ന് കാണുന്നതായ സംവിധാനങ്ങളും പുതിയ കെട്ടിടങ്ങളുമെല്ലാം നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ്റെ പ്രത്യേകമായ നിബന്ധന അനുസരിച്ച് അവർ ആ ഒരു പ്രത്യേക നിബന്ധന അനുസരിച്ച് കോളേജ് പണിയണമെന്ന് പറഞ്ഞപ്പോൾ ആ നിബന്ധനകൾ എല്ലാം പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം അതുപോലെ തന്നെ ചെയ്ത് പണിതെടുത്ത കേരളത്തിലെ ആദ്യത്തെ ഏക കലാലയമാണ് മാർ തിയോഫിലോസ് ട്രെയിനിങ് കോളേജ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. മാർ തിയോഫിലോസ് ട്രെയിനിങ് കോളേജാണ് അക്കാലത്ത് ആദ്യമായി എ ഗ്രേഡോടുകൂടി നാക്കിൻ്റെ അക്രഡിറ്റേഷൻ പൂർത്തിയാക്കിയതും അനേകം വിദ്യാഭ്യാസ സെമിനാറുകളും ചർച്ചകളും ഒക്കെ നടത്തി ഇപ്പോൾ റിസർച്ച് സെൻ്ററായിട്ട് മാറിയിരിക്കുന്നതുമായിട്ടുള്ള ആ കലാലയം. ഇപ്പോൾ മാർ തിയോഫിലോസ് ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരിക്കുന്ന അവസരത്തിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക ബുദ്ധിമുട്ടുകൾ വിദ്യാർത്ഥികൾക്കുണ്ടാവുകയും അത് ഇടപെടേണ്ടത് വളരെയേറെ ആവശ്യമാണെന്ന് ഞങ്ങളിൽ ഏതാനും അധ്യാപകർക്കും പ്രഥമ അധ്യാപകർക്കും ഇടയാവുകയും ചെയ്തതിൻ്റെ പേരിൽ കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റിലേക്ക് നടന്ന ഇലക്ഷനിൽ ഞങ്ങൾ 3-4 പ്രിൻസിപ്പൽമാർ സ്ഥാനാർത്ഥികളായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലോടൊന്നും ബന്ധമില്ലാതെ സ്വതന്ത്രമായിട്ട് മത്സരിക്കുവാനായിട്ടിടയായി. ഞാൻ അധ്യാപക കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സ്വതന്ത്ര അധ്യാപകനായിട്ടും അതുപോലെ തന്നെ മറ്റ് 2 കോളേജുകളിൽ നിന്ന് പ്രിൻസിപ്പൽസ് കോട്ടായിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഓക്സിലറി സ്റ്റാഫിൻ്റെ കോട്ടായിൽ നിന്നും ഞങ്ങൾ 4 പേര് ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ്സ് ആയിട്ട് ആ കാലഘട്ടങ്ങളിൽ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് മത്സരിക്കുകയും ഞങ്ങളിൽ 3 പേര് വലിയ ഭൂരിപക്ഷത്തോടുകൂടി കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ഇലക്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അതിൽ 2 പേര് സിൻഡിക്കേറ്റ് മെമ്പേഴ്സായിട്ടും ഇലക്ട് ചെയ്യപ്പെട്ടു. ഈ വലിയ ലോകത്തെ മുഴുവൻ സ്വാധീനിക്കത്തക്കതായ ശക്തമായ കാഴ്ചപ്പാടുകളോടെ വിദ്യാഭ്യാസ രംഗത്ത് സജീവമാവുക അഭിമന്യ പിതാവിനെക്കുറിച്ചുള്ള വലിയൊരു ദൈവിക പദ്ധതിയായിരുന്നു. അക്കാലം മുതൽ ഇന്നോളവും ആ മേഖലയിൽ പിതാവ് നൽകി വരുന്ന സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. പ്രഗത്ഭരായ അനേകർക്കൊപ്പം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞ ആദ്യകാലങ്ങൾ അനുഗ്രഹീതമായ ഏറെ സത്ഫലങ്ങൾ ഉളവാക്കിയെന്ന് അദ്ദേഹം സ്മരിക്കുന്നു. ആ കാലഘട്ടങ്ങളിൽ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഉണ്ടായിരുന്ന അനേകം വിദ്യാഭ്യാസ പണ്ഡിതരോട് ചേർന്ന് പ്രവർത്തിക്കുവാനും അവരുടെ വിശാലമായ സാമൂഹിക കാഴ്ചപ്പാട്, ദേശസ്നേഹം, നമ്മുടെ സമൂഹത്തോടുള്ള സമർപ്പണം, ഇതൊക്കെ വളരെ ആഴത്തിൽ ഗ്രഹിക്കുവാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ പ്രത്യേകിച്ച് ഒരു വൈദികൻ എന്നുള്ള നിലയിൽ മറ്റേ പലർക്കും ലഭിക്കാത്ത ഒരു അവസരമായിട്ടത് കാണുകയും പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ പാഠപുസ്തക കമ്മിറ്റിയിലിരുന്നു കൊണ്ട് പാഠപുസ്തകങ്ങൾ എഴുതുവാനും പാഠപുസ്തക കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ഇവാലുവേഷൻ സിസ്റ്റംസ്, ഗ്രേഡിംഗ് സിസ്റ്റമൊക്കെ ഗവൺമെൻറ്റിന് പ്രപ്പോസ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഭാഷാജ്ഞാനത്തെ പറ്റിയുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിന് കൊടുക്കുവാനൊക്കെ ഇടയായ കാലഘട്ടങ്ങൾ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നുണ്ട്. ആ കാലഘട്ടങ്ങളിൽ കേരള യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്രിസ്ത്യൻ സ്റ്റഡീസ് സെൻറ്റർ, അതുപോലെ മറ്റ് അനേകം സ്റ്റഡീസ് സെൻറ്റർ, അതുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ സംഘടിപ്പിക്കുവാനായിട്ട്, അതുപോലെ പീസ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനായിട്ട്, ഗാന്ധിയൻ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനായിട്ട്, അനേകം അക്കാഡമിക് കൗൺസിലുകളായിട്ട് അക്കാഡമിക് സ്റ്റാഫ് കോളേജുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനായിട്ട് കിട്ടിയ അവസരങ്ങൾ ഒരുപക്ഷേ പൗരോഹിത്യ ജീവിതത്തെ കൂടുതൽ സാർത്ഥകമാക്കുവാനായിട്ടുള്ള അവസരമാക്കി മാറിയിട്ടുണ്ട്. തിരുവനന്തപുരം മാർ തെയോഫിലോസ് ട്രെയിനിങ് കോളേജിൽ പ്രിൻസിപ്പാൾ സ്ഥാനത്ത് 10 വർഷം പൂർത്തിയാക്കാൻ ഒരുങ്ങവെയാണ് അപ്രതീക്ഷിതമായി പുതിയൊരു നിയോഗം അഭിമന്യ പിതാവിന് ലഭിക്കുന്നത്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുവാൻ അല്പകാലം മാത്രം ശേഷിക്കവേ അദ്ദേഹത്തിന് ലഭിച്ച പുതിയ ഉത്തരവാദിത്തം
ചരിത്രപരമായ വലിയൊരു ദൗത്യത്തിലേക്കുള്ള യാത്രയുടെ ആരംഭമായിരുന്നു. 2005 അദ്ദേഹം തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമെത്രാനും ഭാരതത്തിന് പുറത്തുള്ള മലങ്കര കത്തോലിക്ക വിശ്വാസികൾക്കായുള്ള അപ്പസ്തോലിക് വിസിറ്റേറ്ററുമായി നിയുക്തനായി. തിയോഫിലോസ് കോളേജിൽ പ്രിൻസിപ്പലായിട്ടിരിക്കുന്ന അവസരത്തിലാണ് അപ്രതീക്ഷിതമായി ഞാൻ മെത്രാൻ സ്ഥാനത്തേക്ക് പ്രത്യേകമായിട്ട് ഉയർത്തപ്പെടുന്നത്. അഭിവന്ദനായ സിറിൽ ബസേലിയോസ് കാതോലിക്ക ബാവ തിരുമേനി 2005 വളരെ അപ്രതീക്ഷിതമായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛനെ തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമെത്രാനായിട്ടും ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലെ പ്രവാസി മലയാളികളുടെ അപ്പസ്തോലിക വിസിറ്ററായിട്ടും പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ തിരുമേനി നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതായ വാർത്ത അക്ഷരാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ച് വളരെയേറെ അത്ഭുതകരമായ ഒരു വാർത്തയായിട്ടാണ് കടന്നു വന്നത്. കോളേജിലെ ജോലിയൊക്കെ പൂർത്തിയാക്കി 2 വർഷം കഴിയുമ്പോൾ റിട്ടയർ ചെയ്ത് ഏതെങ്കിലും ഒരു ചെറിയ ദേവാലയത്തിൽ പോയി വിദ്യാഭ്യാസ രംഗത്തു നിന്നും മിഷൻ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ലഭിച്ചതായ അറിവുകൾ എഴുതി അടുത്ത സമൂഹത്തിന് നൽകണം എന്നുള്ള ചെറിയ തീരുമാനത്തോടെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞാൻ ഔദ്യോഗികമായി റിട്ടയർ ചെയ്യുന്നതിന് 2 വർഷം മുമ്പ് മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത്. നനച്ചിരിക്കാത്ത നേരത്തു വന്നു ചേർന്ന വലിയ ഉത്തരവാദിത്തം ഏറെ ആശങ്കകളോടെയാണ് ഏറ്റെടുത്തതെന്ന് തിരുമേനി ഓർമ്മിക്കുന്നു. ലോകമെമ്പാടും പരന്നുകിടക്കുന്ന മലങ്കര കത്തോലിക്ക സമൂഹത്തിൻ്റെ അജപാലന ഉത്തരവാദിത്തത്തോടൊപ്പം വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർക്കിടയിലേക്കുള്ള യാത്രകളും അദ്ദേഹത്തിന് ഏറെ മാനസിക സംഘർഷങ്ങൾ സമ്മാനിച്ചിരുന്നു. എന്നാൽ ദൈവം ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അവ എത്ര കഠിനമെങ്കിലും അവിടുത്തെ സഹായത്തോടെ മുന്നേറുമ്പോൾ നിസ്സാരമായി മാറുമെന്ന ആ കാലത്തെ തിരിച്ചറിവും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. യൂറോപ്പിലും അമേരിക്കയിലും മറ്റ് വിദേശ നാടുകളിലൊക്കെ ശുശ്രൂഷ ചെയ്യുവാൻ ഒരു ആചാര്യനായി വിളിക്കപ്പെട്ടപ്പോൾ ആദ്യ ദിവസങ്ങളിൽ എനിക്ക് വളരെ ഭയപ്പാടും ആത്മസംഘർഷമൊക്കെ ഉണ്ടായിരുന്നു. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ, ഇറ്റലിയും ജർമ്മനിയും സ്വിറ്റ്സർലൻഡും ലണ്ടനും അയർലൻഡും തുടങ്ങിയതായ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം വ്യത്യസ്ത ഭാഷകളിൽ സംസാരിച്ച് അവിടെയൊക്കെയുള്ള ജനങ്ങളെ കണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുക എന്നുള്ള ദൗത്യം അമേരിക്കയും കാനഡയും ഗൾഫ് നാടുകളിലൊക്കെ ചിതറിക്കിടക്കുന്ന വിശ്വാസികളെ കണ്ടെത്തി അവരുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ അവർക്ക് സഹായവും പ്രതീക്ഷയും നൽകുന്ന ഒരു പരിശുദ്ധ പ്രവൃത്തി വളരെ വിശാലമായ ഒരു ലോകത്ത് എങ്ങനെ പൂർത്തിയാക്കും, അതെന്തായിത്തീരും എന്നതിനെ സംബന്ധിച്ചൊക്കെ എനിക്ക് വലിയ ആശങ്കയും പല രീതിയിലുള്ള സന്ദേഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ആരോടും അധികം പങ്കുവച്ചിട്ടില്ല. പക്ഷേ അഭിനന്ദനായ സിറിൽ ബസേലിയോസ് തിരുമേനിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് ഈ ശുശ്രൂഷയ്ക്കായി ആദ്യമായി യൂറോപ്യൻ രാജ്യങ്ങളിലും തുടർന്ന് അമേരിക്ക, കാനഡ, ഗൾഫ് കൺട്രീസ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പോയ അവസരത്തിലാണ് എനിക്ക് മനസ്സിലായത് ദൈവത്തിൻ്റെ വലിയ കരുണ
നാം ഏത് ശുശ്രൂഷ ദൈവനാമത്തിൽ ഏറ്റെടുത്താലും നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളത് ഇറ്റാലിയനും ജർമ്മനും ഒന്നും സംസാരിക്കുവാൻ വലിയ കഴിവില്ലായിരുന്ന എനിക്ക് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അവിടെയൊക്കെ ചെന്ന് അവിടെയുള്ള മലയാളികളോട് സംസാരിക്കുവാനും അവർക്ക് വിശുദ്ധ കുർബാന മറ്റ് ആത്മീയ ശുശ്രൂഷകൾ അവരുടെ പ്രത്യേക ജീവിത സാഹചര്യങ്ങൾ ഒക്കെ അവരോടൊപ്പം താമസിച്ച് മനസ്സിലാക്കുവാനും ഇടയായ അവസരത്തിൽ അത് ദൈവത്തിൻ്റെ വലിയ ഒരു പദ്ധതിയുടെ ആവിഷ്കാരമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ആദ്യ നാളുകളിലൊക്കെ വിദേശ നാടുകളിൽ ചില പ്രയാസങ്ങൾ, അവിടുത്തെ കാലാവസ്ഥ, അതുപോലെ ഭക്ഷണക്രമം, ആൾക്കാരുടെ ജീവിത രീതി, ഇതിനെ സംബന്ധിച്ചൊക്കെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടു എന്ന് വരികിൽ പിന്നീട് ഉണ്ടായ ദിവസങ്ങളിലൊക്കെ ആ പ്രയാസങ്ങളെല്ലാം മാറി ദേശ നാടുകളിലുള്ള എല്ലാവരുടെയും സൗഹൃദവും സന്തോഷമൊക്കെ അനുഭവിക്കുവാനായിട്ടിടയായ ദൈവ അനുഗ്രഹത്തിൻ്റെ അവസരങ്ങളായിട്ട് അതിനെ ഞാൻ കാണുകയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം പ്രത്യേകിച്ചും കത്തോലിക്ക സഭ ഏറ്റവും പ്രാധാന്യത്തോടെ അനുശാസിക്കുന്ന ഒന്നാണ് തിരുസഭയിലെ വിവിധ വ്യക്തിസഭകൾ തങ്ങളുടെ പാരമ്പര്യവും തനിമയും കാത്തുസൂക്ഷിക്കണം എന്നത്. വിവിധ ആദിമസഭാ സമൂഹങ്ങളുടെ പ്രാർത്ഥനാ തീഷ്ണതയും തനതായ ആത്മീയ മുന്നേറ്റങ്ങളുടെ ചരിത്ര പശ്ചാത്തലങ്ങളും നിലനിർത്തിക്കൊണ്ട് ഒരുമിച്ചൊരു സമൂഹമായി മാറേണ്ടതിൻ്റെ പ്രസക്തി തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. അഭിവന്യ ജോസഫ് മാർ തോമസ് പിതാവിൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ വിവിധ വ്യക്തിസഭകളും തദ്ദേശീയ സഭാ നേതൃത്വവുമായി ഇടപെടുവാനും സഭയുടെ കൂട്ടായ്മയുടെ മനോഹാരിതയെ ഉൾക്കൊള്ളുവാനും ഇടയായത് അനുഗ്രഹീതമായ ഒരനുഭവമായി അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ്റെ അന്നത്തെ പ്രിഫക്റ്റായിരുന്ന കാർഡിനൽ മൂസ ദാവീദ് തിരുമേനിയെ കണ്ട അവസരത്തിൽ അദ്ദേഹം നൽകിയതായ വലിയ ഉപദേശങ്ങളും പിന്തുണയും പ്രോത്സാഹനമൊക്കെ ഇറ്റലിയിലും ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലും ബ്രിട്ടനിലും അയർലൻഡിലുമൊക്കെ ചിതറിക്കിടന്നിരുന്ന പ്രവാസി മലങ്കര കത്തോലിക്ക കുടുംബാംഗങ്ങളെല്ലാം ഒന്ന് ചേർത്ത് ചെയ്യുന്നതായ ഒരു ശുശ്രൂഷയുടെ ഒരു വലിയ മഹത്വവും അതിൻ്റെ സഭാത്മകമായ ആവശ്യകതയൊക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനായിട്ടിടയായി. ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ആ ഒരു വലിയ അനുഭവം കൂടുതൽ പക്വതയോടുകൂടി ത്യാഗത്തോടുകൂടി സഭാ ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. പല കർദിനാളന്മാരുമായിട്ടും കോൺഗ്രിഗേഷനുമായിട്ടും ഒക്കെ ഇടപെട്ട് പ്രവർത്തിക്കുവാനായിട്ട് അവസരം ലഭിച്ചപ്പോഴും കത്തോലിക്ക സഭയുടെ മഹത്വവും അതിൻ്റെ നന്മയും കൂടുതൽ തിരിച്ചറിയുവാനും അതിൽ സന്തോഷിക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. തുടർന്നുള്ള 5 വർഷക്കാലം അഭിവന്യ പിതാവ് പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടത് അമേരിക്കൻ ഐക്യനാടുകളിലേക്കാണ്. മുമ്പ് ആ സ്ഥാനത്ത് നിയുക്തനായിരുന്ന അഭിവന്യ ക്ലീമിസ് തിരുമേനിയുടെ പിൻഗാമിയായി അവിടെ എത്തിച്ചേർന്ന പിതാവിനെ കാത്തിരുന്നത് അനന്തമായ ദൈവകൃപയുടെ ചില വത്സരങ്ങളാണ്. തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരുന്ന അജപാലന ദൗത്യത്തിനു പുറമെ അദ്ദേഹത്തിൽ വന്നു ചേർന്ന ദൈവനിയോഗിതമായ ഉത്തരവാദിത്തങ്ങൾ ഏറെയായിരുന്നു. പിന്നീട് അതിനോടനുബന്ധമായി അമേരിക്കയിൽ സ്ഥിരമായി താമസിച്ചുകൊണ്ട്
5 വർഷക്കാലം അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെല്ലാം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സമൂഹം വളർത്തിയെടുക്കുവാനായിട്ട് പരിശ്രമിച്ച നാളുകൾ വലിയ ആത്മസംതൃപ്തി നൽകുന്നതായിട്ടുള്ള അവസരമാണ്. എനിക്ക് മുമ്പ് സഭയുടെ അപ്പസ്തോലിക വിസിറ്ററായി യൂറോപ്പിലും അമേരിക്കയിലും ശുശ്രൂഷ നടത്തിയ ഇപ്പോൾ സഭയുടെ തലവനും പിതാവുമായ ബസേലിയസ് ക്ലെമീസ് കർദിനാൾ കാതോലിക്ക ബാബ തിരുമേനി വളരെയേറെ പ്രയാസമേറിയ സാഹചര്യങ്ങളിൽ അമേരിക്കയിലും യൂറോപ്പിലും സഞ്ചരിച്ച് സഭാപ്രവർത്തനത്തിൻ്റെ ആദ്യ ഘടനകൾ ഒരു പരിധിവരെ ക്രമീകരിച്ചിരുന്നത് കൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ കുറേ കൂടി വേഗത്തിൽ ചെയ്ത് തീർക്കുവാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ്. മിക്കവാറും പ്രധാനപ്പെട്ട പട്ടണങ്ങളിലൊക്കെ ചെറിയ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആ സമൂഹങ്ങളെ മുഴുവൻ ഇടവകളാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഒരു വലിയ പ്രവർത്തനം അമേരിക്കയിലെ പ്രധാനപ്പെട്ട എല്ലാ പട്ടണങ്ങളിലും, പ്രത്യേകിച്ച് ന്യൂയോർക്ക് കേന്ദ്രീകരിച്ച് അവിടെ ഉണ്ടായിരുന്ന മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും മലങ്കര കത്തോലിക്ക സഭയുടെ ദേവാലയങ്ങളിലും ശുശ്രൂഷാ കേന്ദ്രങ്ങളും സന്യാസ ഭവനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതും അവരോട് ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കിട്ടിയ അവസരങ്ങളുമൊക്കെ വളരെയേറെ സന്തോഷദായകരമായിട്ടുള്ള അനുഭവമാണ്. തന്നോട് ചേർന്ന് നിൽക്കുവാൻ മനസ്സായ ഒരു ശുശ്രൂഷകനെ വിസ്മയകരമായ വഴികളിലൂടെ നടത്തി ഈ ലോകത്തിന് മുഴുവൻ അനുഗ്രഹമാക്കി ഉയർത്തിയ നല്ല ദൈവത്തെയാണ് ഈ പുരോഹിത ശ്രേഷ്ഠൻ്റെ ജീവിതത്തിൽ നാം തിരിച്ചറിയുന്നത്. വിശ്വസ്തയോടെ ജീവിക്കുവാൻ തീരുമാനമെടുക്കുന്ന ആത്മാക്കളുടെ വഴികളിൽ വിശ്വസ്തയോടെ സ്വയം വെളിപ്പെടുത്തുന്ന സർവശക്തന്റെ മുന്നിൽ ആത്മാർത്ഥതയോടെ മുന്നേറുവാൻ ഈ അനുഭവങ്ങൾ നമുക്ക് പ്രചോദനം പകരട്ടെ. അവിടെ സഭയുടെ വളർച്ചയ്ക്ക് പ്രധാനമായും ഞാൻ ശ്രദ്ധ കൊടുത്തത് അവിടെയുള്ള കുഞ്ഞുങ്ങളിലും യുവജനങ്ങളിലുമാണ്. അമേരിക്കയിലും യൂറോപ്പിലുമുള്ള മിക്കവാറും എല്ലാ സഭാ കൂട്ടായ്മകളിലും വേദ ഉപദേശം നല്ല രീതിയിൽ കൊടുക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ, യുവജന പ്രസ്ഥാനം വളർത്തിയെടുക്കുവാനായിട്ടുള്ള നേതൃത്വം ആ കാലഘട്ടത്തിൽ കൊടുക്കുവാനായിട്ടിടയായി. ഒരുപക്ഷെ നമ്മൾ തന്നെ ആത്മശോധന ചെയ്ത് സന്യാസ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് യുവജനങ്ങളെ കടന്നു വരുവാനായിട്ടുള്ള ആത്മീയ പരിശീലനവും അതിനനുസരണമായിട്ടുള്ള അന്തരീക്ഷവും നമ്മുടെ ഭവനങ്ങളിലും കലാലയങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ദേവാലയ ശുശ്രൂഷകളിലൊക്കെ കാത്തു സൂക്ഷിക്കുകയാണെന്ന് വരികിൽ പൗരോഹിത്യ സന്യാസ വിളിയിലേക്കുള്ള കുറവ് ഒരു പരിധിവരെ പരിഹരിക്കുവാനായിട്ട് സാധ്യമാകും. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പഠിച്ച് വളർന്ന് വിദേശ നാടുകളിലേക്കൊക്കെ ജോലിക്കായിട്ട് കടന്നുപോയ വ്യക്തികൾ എല്ലാവരും തന്നെ അമേരിക്കൻ സംസ്കാരത്തിലേക്ക് അലിഞ്ഞു ചേരുകയല്ല, മറിച്ച് നമ്മുടെ ഭാരതീയ സംസ്കാരം അമേരിക്കൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുന്ന അനേകം വേദികൾ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്.